അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇരട്ടത്താപ്പ് നയങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വീണ്ടും ചർച്ചയാവുകയാണ്. തന്റെ കാര്യം കാണാൻ എന്തും ചെയ്യുന്ന നേതാവായിട്ടാണ് ട്രംപിനെ നിലവിൽ കണക്കാക്കുന്നത്. അമേരിക്കയ്ക്ക് സാമ്പത്തികമായും രാഷ്ട്രീയമായും നിലനിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ശത്രു രാജ്യങ്ങളെയൊക്കെ കൂടെ നിർത്താൻ പല വഴിയും ട്രംപ് സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള സംഭാഷണത്തിന് ശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. വ്യാപാരം, അടുത്ത വർഷം ഏപ്രിൽ ചൈനയിലേക്കുള്ള തന്റെ സന്ദർശനം എന്നിവയുൾപ്പെടെ നിരവധി മേഖലകളെക്കുറിച്ച് ചർച്ചകൾ നടത്തിയതായി ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. എയർഫോഴ്സ് വണ്ണിൽ മാധ്യമപ്രവർത്തകരുമായി സംവദിക്കുന്നതിനിടെയാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. ജാപ്പനീസ് പ്രധാനമന്ത്രി തകായിച്ചിയുമായുള്ള തന്റെ കോളിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി ട്രംപ് പറഞ്ഞു, അവരുമായി തനിക്ക് മികച്ച സംഭാഷണം ഉണ്ടായിരുന്നുവെന്നും എനിക്ക് അവരുമായി വളരെ നല്ല ബന്ധമുണ്ട്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും ഞാൻ വളരെ നല്ല സംഭാഷണം നടത്തി. ലോകത്തിന്റെ ആ ഭാഗം നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നുവെന്നും കൂട്ടിച്ചേർത്തു. ഷീയുമായി നടത്തിയ ചർച്ചയിൽ പ്രധാനമായും വ്യാപാരം എന്ന വിഷയത്തെക്കുറിച്ചാണ് അവർ ചർച്ച ചെയ്തതെന്നും ട്രംപ് പറഞ്ഞു. ഞാൻ പ്രസിഡന്റ് ഷീയുമായി നിരവധി കാര്യങ്ങളെക്കുറിച്ചും വ്യാപാരം, കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങൽ എന്നിവയെക്കുറിച്ചും സംസാരിച്ചു. അദ്ദേഹം എന്നോട് യോജിച്ചുവെന്നും പറഞ്ഞു. അദ്ദേഹം പോവും. അദ്ദേഹം നിങ്ങളെ വളരെയധികം അത്ഭുതപ്പെടുത്തുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ അത് കുറച്ചുകൂടി വേഗത്തിൽ വാങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കൂടുതൽ വാങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം അത് ചെയ്യാൻ ഏറെക്കുറെ സമ്മതിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് ഷീയുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ സന്തോഷകരമായി അത്ഭുതപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് അദ്ദേഹവുമായി നല്ല ബന്ധമുണ്ട്, മികച്ച ബന്ധമുണ്ട്. എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്, അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമാണ്. ഞാൻ ഏപ്രിലിൽ അവിടെ പോകും. ജപ്പാനോടൊപ്പം ഏപ്രിലിൽ ഞാൻ ചൈനയിലേക്ക് പോകും, ട്രംപ് പറഞ്ഞു. ജാപ്പനീസ് പ്രധാനമന്ത്രി തകായിച്ചിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഞങ്ങൾക്കിടയിൽ വളരെ മികച്ച ബന്ധമാണുള്ളത്. പുതിയ പ്രധാനമന്ത്രി ഞാൻ തന്നെ. അവർ വളരെ മിടുക്കിയാണ്, അവർ വളരെ ശക്തയാണ്, അവർ ഒരു മികച്ച നേതാവാകാൻ പോകുന്നു. തിങ്കളാഴ്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തപ്പോൾ തങ്ങൾ വളരെ നല്ല ഫോൺ സംഭാഷണം നടത്തിയെന്നും ട്രംപ് പറഞ്ഞു. ഒക്ടോബർ 30 ദക്ഷിണ കൊറിയയിൽ നടന്ന വളരെ വിജയകരമായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സംഭാഷണം നടന്നതെന്നും അടുത്തിടെ ഉണ്ടായ കരാറുകൾ നിലവിലുള്ളതും കൃത്യവുമായി നിലനിർത്തുന്നതിൽ ഇരുപക്ഷവും ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം നമ്മുടെ കരാറുകൾ നിലവിലുള്ളതും കൃത്യവുമായി നിലനിർത്തുന്നതിൽ ഇരുവശത്തും ഗണ്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ ചിത്രത്തിലേക്ക് നമ്മുടെ കാഴ്ചപ്പാടുകൾ വയ്ക്കാമെന്നും ട്രൂത്ത് സോഷ്യലിലെ തന്റെ പോസ്റ്റിൽ ട്രംപ് പറഞ്ഞു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ക്ഷണപ്രകാരം ഏപ്രിൽ ചൈനയിലേക്ക് പോകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുകയാണ്. 2026 അമേരിക്കയിൽ ഒരു ഔദ്യോഗിക സന്ദർശനത്തിനായി ചൈനീസ് നേതാവിനെ ആതിഥേയത്വം വഹിക്കുമെന്നും പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചു. ചൈനയുമായുള്ള അമേരിക്കയുടെ ബന്ധം അങ്ങേയറ്റം ശക്തമാണെന്നും 2026 ഏപ്രിൽ ബീജിംഗ് സന്ദർശിക്കാനുള്ള ഷീ ജിൻപിങ്ങിന്റെ ക്ഷണം സ്വീകരിച്ചതായും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.